മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികളിലെ ശാസ്ത്ര ഗവേഷണ പാഠവം വർദ്ധിപ്പിക്കുന്നതിനായി മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെയും സ്കൂൾ സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചത്. പ്രമുഖ ശാസ്ത്ര ഗവേഷകനും അമേച്വർ ആസ്ട്രോണമറുമായ ഇല്യാസ് പെരുമ്പലം ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായി. നിങ്ങളുടെ ഉള്ളിലെ നന്മയും കരുണയും അവരോടുള്ള സ്നേഹവും ഒക്കെ വലുതാണ്. പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, ബലമുണ്ട് ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ശരിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ നന്ദിയാണ് പറയേണ്ടത്. കാരണം നിങ്ങളെപ്പോലെ കുറെ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂൾ തന്നെ ഈ ദുരന്തത്തിൽ ഒഴുകിപ്പോയപ്പോൾ അവിടെ മരണമടഞ്ഞ കുട്ടികൾ, ഇനി അവിടെ ഉള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അവർ വളർന്നു വരേണ്ട ഒരവസരമുള്ളപ്പോൾ ഇതാ നിങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. എത്ര കരുതലാണ് നിങ്ങൾക്ക് വേണ്ടി ഈ സ്കൂള് കാഴ്ചവെക്കുന്നത്. ഈ PTA-യും അധ്യാപകരൊക്കെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു സാധ്യതകൾ തരുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത് ഇതാണ്. ഈ ഒരു സ്കൂളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതിന്, ഇതുപോലെ അവസരങ്ങൾ കിട്ടുന്നതിന് അതൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദി വാക്കിലോ പ്രാർത്ഥനയിലോ മാത്രമല്ല, ജീവിതത്തിൽ കാണണം. നമുക്ക് കിട്ടുന്ന അറിവുകൾ നല്ല രീതിയിൽ പകർന്നു കൊടുക്കണം. കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വഴി തെളിയിക്കണം. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഒരു വാക്ക് കുറിച്ചിടുക. അത് ഇന്ന് മുതൽ എന്നും വേണം. വൈ എന്നുള്ള ഒരു വാക്ക്. വൈ, എന്തുകൊണ്ട്, അല്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് ചോദിക്കാനാകണം. കണ്ണടച്ചെന്തെങ്കിലും ചെയ്യുകയല്ല. നമ്മളൊരു കാര്യം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ പറയാറില്ല, സാധാരണ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് സാധാരണഗതിയിൽ എന്തുൽപാദിപ്പിക്കുന്നത്? വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം കുടിക്കുമ്പോൾ ഷോക്ക് അടിക്കാത്ത എന്തുകൊണ്ടാണ്? PTA പ്രസിഡന്റ് KY അസീസ്, പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, മാതൃസംഗമം പ്രസിഡന്റ് ജിഷ വിനോദ്, UP വിഭാഗം മേധാവി KK ദീപ, സയൻസ് ക്ലബ്ബ് കൺവീനർ VG ലാലി തുടങ്ങിയവർ സംസാരിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 300 കുട്ടികളെയും ശാസ്ത്ര ഗവേഷണ പരീക്ഷണങ്ങളിൽ പ്രാപ്തരാക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഇല്യാസ് പെരുമ്പലം നയിക്കുന്ന 4-അംഗ ശാസ്ത്ര ഗവേഷക സംഘമാണ് ഏകദിന ശാസ്ത്ര ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത്. കേവലം ടെക്സ്റ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ന ഒരു ധാരണയിലൂടെയല്ല നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളിൽ പഠിക്കുന്ന പാഠഭാഗങ്ങൾ അതിന് പ്രായോഗികമായ ഒരു രൂപമുണ്ട്. ജീവിതത്തിൽ അതിന് പ്രസക്തിയുണ്ട്. നാം ജീവിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ, ചുറ്റുപാടുകളിൽ അതിന് മാതൃകകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ അത് പ്രായോഗിക തലത്തിൽ എങ്ങനെ എന്നുകൂടി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് ശാസ്ത്ര പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രബോധം സമൂഹത്തിനും കുട്ടികൾക്കും വേണ്ടി വളരെ ഉദാത്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇല്യാസ് പെരുമ്പലം എന്ന ഒരു മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഒരു ടീം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അറിവുകളും കഴിവുകളും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളിലും സമൂഹത്തിലും